അതിരാവിലെ കൊടും വനത്തിലൂടെ 14 കിലോമീറ്റർ നടന്ന് ദർശനം നടത്തുന്ന ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഇടുക്കിയിലെ കുമളിക്കടുത്തുള്ള മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണിത്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി എത്തുന്ന ഭക്തരുടെയും സഞ്ചാരികളുടെയും എണ്ണം ഇപ്പോൾ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ 3ാമത്തെ മംഗളാദേവി യാത്രയാണ്. കഴിഞ്ഞ വർഷം ജീപ്പ് കിട്ടാതെ നടന്നു പോകേണ്ടി വന്നതുകൊണ്ട് ഇത്തവണ നടന്നു പോകാൻ റെഡിയായിട്ട് തന്നെയാണ് ഞാൻ എത്തിയത്. ഞാൻ മാത്രമല്ല, കൂടുതൽ പേരും നടന്നു തന്നെയാണ് മല കയറി മംഗളാദേവി ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ 3 മണി മുതലുള്ള നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് കൃത്യം 6 മണിക്ക് തുറക്കുന്ന ചെക്ക് പോസ്റ്റ് കടന്ന് വാഹനത്തിൽ പോകുന്ന ആളുകൾ വനപാതയിലേക്ക് പ്രവേശിക്കുക. തേക്കടി വൈൽഡ് ലൈഫ് വാർഡന്റെ മുൻകൂർ അനുമതിയുള്ള വാഹനങ്ങളിലോ പ്രത്യേകം പാസ് ലഭിച്ച ടാക്സി ജീപ്പുകളിലുമാണ് ഇത്തരത്തിലുള്ള സന്ദർശകർ ഇവിടേക്ക് എത്തുന്നത്. രാവിലെ ആയതുകൊണ്ടും തലേദിവസം രാത്രി വരെ മഴ പെയ്തതുകൊണ്ടും ചൂടും പൊടിയും ഒന്നും ഏൽക്കാതെ ഇത്തവണ മല കയറാൻ കഴിഞ്ഞു. ഇടുക്കിയിലും തേനിയിലുമുള്ള ഏതാണ്ട് മുഴുവൻ ടാക്സി ജീപ്പുകളും മറ്റ് ഒഫീഷ്യൽ ഓഫ് റോഡ് വാഹനങ്ങളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് വാഹനപ്രേമികൾക്ക് അവരുടെ പ്രിയപ്പെട്ട വാഹന മോഡലുകളെ ഇഷ്ടം പോലെ കണ്ടാസ്വദിക്കാൻ പറ്റും ഈ യാത്രക്കിടയിൽ. നിരന്ന വനപ്രദേശം കഴിഞ്ഞ് പുൽമേടുകളിലേക്ക് എത്തുമ്പോൾ തന്നെ ദൂരെ ക്ഷേത്രം കാണാം. ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. ഏകദേശം 9:30 കയറ്റം കയറി തുടങ്ങി. അപ്പോഴാണ് കാലിൽ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞത്. കഴിഞ്ഞ വർഷം ആനയെ കണ്ട പുൽമെട്ടിൽ ഇത്തവണ ഒരു കൂട്ടം കാട്ടികളെയാണ് കണ്ടത്. റെസ്റ്റ് എടുത്തും ഫ്രൂട്ട്സ് കഴിച്ചും വെള്ളം കുടിച്ചും അങ്ങനെ നടന്ന് 10:30 വണ്ണാത്തിപ്പാറയ്ക്ക് മുകളിലെ മംഗളാദേവി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരത്തിൽ 1500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ചേരൻ ചെങ്കുട്ടുവൻ ദ്രാവിഡ വാസ്തുവിദ്യയിൽ മംഗളദായിനിയായ കണ്ണകിയെ പ്രതിഷ്ഠിച്ച് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. എല്ലാ വർഷവും ചിത്ര പൗർണമി ഉത്സവ ദിവസം മാത്രമേ ഇവിടേക്ക് ഭക്തർക്ക് പ്രവേശനമുള്ളൂ. ഈ വർഷം മെയ് 1-നായിരുന്നു ചിത്ര പൗർണമി ഉത്സവം. പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറുകൾ, കുപ്പികൾ, ക്യാമറ എന്നിവ വനത്തിലേക്ക് കടത്തിവിടില്ല. മല കയറുന്നവർ കുടിക്കാൻ സ്റ്റീൽ ഫ്ലാസ്കിൽ വെള്ളവും കഴിക്കാൻ കുറച്ച് പഴങ്ങളും എന്തായാലും കൊണ്ടുപോവുക. അപ്പോൾ അടുത്ത വർഷം ചിത്ര പൗർണമി നാളിൽ ഈ പുരാതന കാനനക്ഷേത്രം സന്ദർശിക്കാൻ തയ്യാറായിട്ടിരുന്നോളൂ.